നമസ്കാരം. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പുറത്താക്കി. റോബർട്ട് വദ്ര പ്രിയങ്ക ഗാന്ധിയെ ജയിലിലേക്ക് അയക്കും. ഇനി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇടപാടുകളെ, പ്രവർത്തനങ്ങളെ കോൺഗ്രസിനുള്ളിൽ തന്നെ ആർക്കും മതിപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടന്നുപോയ ലോക്സഭാ ടേമുകളിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനം എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ്സുകാരിൽ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു നേരിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ചോദിക്കുന്നു, പ്രിയങ്ക വദ്ര അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുമോ? ഈ ചോദ്യം കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് വയ്യ, തനിക്കിതിനൊന്നും പറ്റില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞല്ലോ എന്നാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പറയുന്നതും. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു. 2026 കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് പാർട്ടിക്കുള്ളിൽ ഒരു പ്രധാന ഉത്തരവാദിത്തം നൽകുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. ബീഹാറിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ എന്ന് പറയപ്പെടുന്നത് പ്രിയങ്കയ്ക്ക് കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് നൽകണമെന്ന ആവശ്യമുയർത്തുമ്പോൾ പ്രതിപക്ഷം ഇത് രാഹുൽ ഗാന്ധിയുടെ പരാജയമായി തന്നെ ചിത്രീകരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകി അവരെ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സമൂഹം കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി നിലവിലൊരു പ്രത്യേക വകുപ്പില്ലാതെ ജനറൽ സെക്രട്ടറിയായിട്ട് ഇങ്ങനെ സേവനമനുഷ്ഠിക്കുന്നു. 2022 UP നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള സ്ഥാനത്ത് നിന്ന് അവരെ പുറത്താക്കി. ഇപ്പോൾ ഒരു സംസ്ഥാനത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിന് പകരം ക്യാമ്പയിൻ കമ്മിറ്റി ചീഫ് അല്ലെങ്കിൽ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി പോലുള്ള പുതിയതും സ്വാധീനമുള്ളതുമായിട്ടുള്ള ഒരു സ്ഥാനം അവർക്ക് നൽകണമെന്ന് പല സ്രോതസ്സുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധി വൻ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെയും ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദിന്റെയും പ്രസ്താവനകൾ നേതൃമാറ്റത്തെ കുറിച്ചുള്ള ചർച്ചകളാണ്. അതുണ്ടാകണമെന്നാണ് പറയുന്നത്. നേതൃമാറ്റം ആവശ്യപ്പെടുന്നു. രാഹുൽ ഗാന്ധി മാറട്ടെ, രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി എത്തട്ടെ എന്നാണ് റോബർട്ട് വാദ്രയും ഒപ്പം തന്നെ ഉത്തർപ്രദേശിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള ഇമ്രാൻ മസൂദിന്റെയും പ്രസ്താവന. പക്ഷേ റോബർട്ട് വദ്രയുടെ ആഗ്രഹമൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതുപോലൊരു കള്ളനെ ഭർത്താവായി കിട്ടി എന്നതൊഴിച്ചാൽ പ്രിയങ്ക ഗാന്ധിക്ക് മറ്റു കുറവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കള്ളന്റെ ആഗ്രഹവും, റോബർട്ട് വദ്ര എന്ന് പറയപ്പെടുന്ന കള്ളന്റെ ആഗ്രഹവും എങ്ങനെയും പ്രിയങ്ക ഗാന്ധിയെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ പ്രിയങ്കയുടെ നിഴലായി നിന്നുകൊണ്ട് അവരെ തന്നെ ജയിലിലേക്ക് അയക്കുന്ന ഒരു സമീപനം ഈ റോബർട്ട് വദ്ര ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മസൂദ് നാമനിർദ്ദേശം ചെയ്യുന്നത് പ്രിയങ്ക ഗാന്ധിയെ ഒരു സ്ഥാനാർത്ഥിയായി വിശേഷിപ്പിച്ചപ്പോൾ പ്രിയങ്കയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പദവി നൽകണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ് എന്ന് വദ്രയും പറയുന്നുണ്ട്. റോബർട്ട് വദ്രയുടെ പ്രസ്താവന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സൂചനയായിട്ടാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധരടക്കം കാണുന്നത്. കാരണം ഇപ്പോൾ AICCയുടെ തലപ്പത്ത് തലമുതിർന്ന നേതാവ് ഇരിപ്പുണ്ട് എങ്കിലും മല്ലികാർജുന ഖാർഗെ അദ്ദേഹം ഇരുന്നിട്ടൊന്നും കാര്യമില്ല, മരവാഴ തന്നെയാണ്. അതുകൊണ്ട് അതിന് പകരം ഒരാൾ വരട്ടെ. അതിന് പകരം വയ്ക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിയെ പോലൊരു പഴത്തിനെ ആകരുത് എന്ന് എല്ലാവർക്കും പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ട് വരട്ടെ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട് താനും. എന്തായാലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ പക്ഷേ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് BJPയുടെ ഭാഗത്ത് നിന്ന്. BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തരുൺ ജുഗ് പറയുന്നത് കോൺഗ്രസ് MP മാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവരെയൊക്കെ കാലാവധി കഴിഞ്ഞ കുത്തിവയ്പ്പുകൾ എന്ന് വിളിച്ചുകൊണ്ടാണ് തരുൺ ജുഗ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള നേതാക്കൾ കോൺഗ്രസിന് ആവശ്യമായിരിക്കാം, പക്ഷെ ഇന്ത്യക്ക് ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് MP ആയിട്ടുള്ള ഇമ്രാൻ മസൂദ് വാദിച്ചതിന് പിന്നാലെയാണ് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവന. റോബർട്ട് വദ്ര, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പതിറ്റാണ്ടുകളായിട്ട് മുൻഗേരി ലാലിന്റെ മധുര സ്വപ്നം കാണുന്നുണ്ട് എന്നും സത്യമെന്തെന്നാൽ പൊതുജനങ്ങൾ അത് കോൺഗ്രസ് പാർട്ടിയുടെ പാപങ്ങൾക്ക് അവരുടെ വോട്ടിന്റെ പ്രഹരത്തിലൂടെ 95 തവണ ശിക്ഷിച്ചിട്ടുണ്ട് എന്നും ന്യൂഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഈ BJP നേതാവ് പറഞ്ഞത്. കോൺഗ്രസ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന്. 95 തവണ പരാജയപ്പെട്ടിട്ടും പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ആളുകൾ സ്വപ്നം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ
അതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിലാണ് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത്. പൊതുജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് പോരാടാൻ കഴിയുമെന്ന് ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങളാണ് ചുക് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അവരുടെ നേതൃത്വം എന്ന് പറയപ്പെടുന്നത് തകർന്നു പോയിരിക്കുന്നു. കോൺഗ്രസിന് കെട്ടിവെച്ച പണം പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഈ രാഹുലും പ്രിയങ്കയും കാലഹരണപ്പെട്ട കുത്തിവയ്പ്പുകളാണ് എന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസിൽ നേതൃത്വത്തെ തീരുമാനിക്കുന്നത് പൊതുജനങ്ങളല്ല, ഒരു വംശമാണ്, ഒരു വീടാണ്, ഒരു കുടുംബമാണ്. അതുകൊണ്ടാണ് കുടുംബ രാഷ്ട്രീയത്തിന്റെ ഈ അവകാശവാദങ്ങൾ തിരഞ്ഞെടുപ്പ് അടിത്തറയിൽ ആവർത്തിച്ച് തകർന്നു വീഴുന്നത്. നുഴഞ്ഞുകയറ്റ വിഷയത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റം ജനസംഖ്യാപരമായിട്ടുള്ള ചർച്ചയുടെ വിഷയമല്ലെന്ന് BJP പറയുമ്പോൾ അത് ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി സൂചന നൽകുകയാണ് BJP. അത് ആ വിഷയങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയാതായി പോകുന്ന കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടു പോവുകയാണ് എന്നുള്ളതാണ്. കാരണം പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസ് ഈ വോട്ട് ബാങ്ക് നുഴഞ്ഞുകയറ്റുകാരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെ ഊന്നിക്കൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് വികസിത ഇന്ത്യയുടെ ഉറപ്പ് എന്ന് പറയപ്പെടുന്നത്. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതിലും ഇല്ലാതാക്കുന്നതിലും നാടുകടത്തുന്നതിലും പാർട്ടി വിശ്വസിക്കുന്നു എന്നാണ് BJPയുടെ തത്വശാസ്ത്രം. അതേസമയം റോബർട്ട് വാദ്രയുടെ ആ പ്രസ്താവനയോട് രൂക്ഷമായി പ്രതികരിച്ച ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാ എംപിയായിട്ടുള്ള ഉപേന്ദ്ര കുശ്വാഹ് രാഹുൽ ഗാന്ധിയുടെ നേതൃപരമായ കഴിവുകളെ കുറിച്ച് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് റോബർട്ട് വാദ്ര സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് പോലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇനിയോ പ്രിയങ്കയോ രാഹുലോ ആകട്ടെ, ഒരു കോൺഗ്രസ് നേതാവിനും വർഷങ്ങളോളം പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം നിലവിൽ സുരക്ഷിതമാണ് എന്നും ഭാവിയിൽ ഈ സ്ഥിതി അതേപടി തുടരുമെന്നുമാണ് BJPയുടെ അഹങ്കാരം. ബെർലിനിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളെ വിമർശിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ അടക്കം BJP എതിർക്കുന്നു. രാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ രാജ്യത്തിനുള്ളിൽ ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു. വിദേശത്തായിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം സംവിധാനത്തെ വിമർശിക്കുന്നത് ആക്ഷേപകരമാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രസ്താവനകളോട് പൊതുജനങ്ങൾ മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട് എന്നും ഭാവിയിലും അതിന്റെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഏതൊക്കെ തരത്തിൽ തകർക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ തകർത്ത ഒരു നേതാവായി മുദ്രകുത്തപ്പെട്ട് കഴിഞ്ഞു രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ ഇനിയൊരു നേതൃമാറ്റമാണ് ആവശ്യം. അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവിന് ലോക്സഭയിൽ തന്നെ എല്ലാ ദിവസവും വന്നു പോകുവാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഇപ്പോ പ്രതിപക്ഷ പാർട്ടികളുടെ മഹാഗഠബന്ധൻ സഖ്യമുണ്ടല്ലോ, ആ മഹാഗഠബന്ധൻ തന്നെ പറയുന്നത് എന്താണ്? നമുക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ആവശ്യം. രാഹുൽ ഗാന്ധി അത്തരത്തിലൊരാളല്ല. ഇവിടെ ലോക്സഭയുടെ സെക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹം അങ്ങ് ബെർലിനിലും ജർമ്മനിയിലുമൊക്കെ ആഘോഷിക്കുന്ന തിരക്കിലാണ്. ഇങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയപ്പെടുന്ന കോൺഗ്രസുകാരും പ്രതിപക്ഷ പാർട്ടികളുമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടിയിരിക്കുന്നു. സമീപ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി ഈ കുപ്പായമൊക്കെ അഴിച്ചുവെച്ച്, അതായത് പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസ് നേതാവിന്റെയും ഒക്കെ കുപ്പായമൊക്കെ അഴിച്ചുവെച്ച് അങ്ങ് ബെർലിനിലേക്ക് തന്നെ മടങ്ങിപ്പോകും. അദ്ദേഹത്തിന്റെ ശിഷ്ടജീവിതം എന്ന് പറയപ്പെടുന്നത് ഇംഗ്ലണ്ടിലോ ഈ പറയുന്ന ബെർലിനിലോ ഒക്കെ ആക്കി തീർക്കുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഒപ്പം ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് അവശിഷ്ട കോൺഗ്രസ് ആയി മാറുമ്പോൾ ആ അവശിഷ്ട കോൺഗ്രസിനെ ഒന്ന് ഉയർത്തി എണീപ്പിക്കുവാൻ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞേക്കുമെന്നുള്ള തോന്നലാണ് കോൺഗ്രസുകാർ. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ ഈ നേതൃനിരയിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. മല്ലികാർജുൻ ഖാർഗെ പ്രായാധിക്യത്താൽ ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരേ ഒരു നേതാവും ചിലപ്പോൾ ഇനി പ്രിയങ്ക ഗാന്ധി മാത്രമായിരിക്കും. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിന്റെ നേതൃത്വ ഭാരമേൽപ്പിക്കും. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പക്ഷേ അവരെ നയിക്കുന്നതും അവരെ ഊരാക്കുടുക്കിലേക്ക് കൊണ്ടുപോകുന്നതും അവരെ ചിലപ്പോൾ നാളെ ജയിലിൽ തന്നെ ആക്കുന്നതും അവരുടെ ഭർത്താവ് റോബർട്ട് വദ്രയായിരിക്കും. റോബർട്ട് വദ്രയെ പോലൊരു ഭൂമി കുംഭകോണ കേസിലെ കള്ളനെ ഇവരോടൊപ്പം ചേർത്തത് തന്നെ ഈ പാർട്ടിയുടെ തന്നെ നാണക്കേടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വരും കാലങ്ങളിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരെ ജയിലിലേക്ക് നയിക്കുന്നതും ഇതേ വദ്രയായിരിക്കും. എന്തായാലും കോൺഗ്രസിന്റെ ഭാവി ഇരുളടയുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിനൊരു ഉത്തരം നൽകേണ്ടതും പ്രിയങ്ക ഗാന്ധിയും
കോൺഗ്രസുമാണ്.